എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു തീയലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കാണണേ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് തീയൽ വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്തൊരു 1/4 ഭാഗമായിട്ടുണ്ട് തേങ്ങയെ. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്താണ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മീറ്റ് മസാല ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതിനെ ചിക്കൻ മസാല ചേർക്കുന്നതിന് നല്ലത് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നതാണ്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ട ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിന് മുഴുവൻ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുഴുവത്തോടെയുള്ള കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. തീ കുറച്ച് വെച്ചാണ് ഇപ്പോഴും ഞാനിത് ചൂടാക്കി എടുക്കുന്നത്. അതിൻ്റെ കൂടെ ആ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതെല്ലാം കൂടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതൊന്ന് ആറാനായിട്ട് വെച്ച് കൊടുക്കണം. ആറിയതിന് ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. വെള്ളം തൊടാതെ ആദ്യം ഒന്ന് അരച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം ഈ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് നമ്മളുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഒരു പകുതി കഷ്ണം ക്യാരറ്റും 2-3 പച്ചമുളകും ഒരു സവോളയും കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒത്തിരി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു കൈവെള്ളം മാത്രം ഇടയ്ക്കൊന്ന് തളിച്ച് കൊടുത്താൽ മതി. തീ കൂടി അടിയിൽ പിടിക്കുന്നതെന്ന് തോന്നിയാൽ മാത്രം ഒന്ന് കൈവെള്ളം തളിച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ തേണ്ട ഇതൊന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറുതീയിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളുടെ കഷ്ണം പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വെള്ളം നമ്മൾ ഒത്തിരി ചേർത്ത് കൊടുക്കുന്നില്ല, എണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന് ഫ്രൈ ആയി വരുന്നതുകൊണ്ട് ഇത് ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇടയ്ക്ക് വെള്ളം വേണമെങ്കിൽ കൈവെള്ളം മാത്രം ഒന്ന് തളിച്ച് കൊടുത്ത് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാവേ. ഒരു 10-15-20 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വെള്ളം തൊടാതെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം വെള്ളം തൊടാതെ അരച്ചതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. കാരണം ഇത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ നിന്നൊന്ന് പോന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതേണ്ടേ നമ്മൾ അതും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി അതിന് ശേഷം മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ആവശ്യത്തിന് എത്രയാണ് ഗ്രേവി വേണ്ടത് അത്രയും വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് നിന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള കടുവും കൂടെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ നോക്കി ഉപ്പ് കുറവുണ്ടായിരുന്നു, കുറച്ച് ഉപ്പും കൂടെയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് നമുക്ക് പോരായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഉപ്പ് മാത്രമേ കുറവുള്ളായിരുന്നു, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ ടേസ്റ്റും പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റും എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ അതേണ്ട ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് നമുക്ക് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതേണ്ട കടുക് വറക്കാനായിട്ട് ചീനച്ചട്ടിക്കകത്ത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് ഇത് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ തീയലാണ്. അപ്പോൾ ക്യാരറ്റ് ഒത്തിരി ഇടരുത്, ഇട്ട് കഴിഞ്ഞാൽ മധുരമാണ്. ഒരു ചെറിയ കഷ്ണം പീസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ക്യാരറ്റ് കേട്ടോ. അപ്പം നമ്മളുടെ അടിപൊളി ടേസ്റ്റുള്ള തീയൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കണേ.
പിന്നെ കടുക് വറുത്തൊഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. അന്നേരം ഒന്ന് ഇളക്കരുത് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ കറി തുറന്ന് നോക്കിയിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.